ഇന്നലെ ആ, എന്താണ് കുംഭമേള, കുംഭമേളയുടെ ഐതിഹ്യം, കഥ എന്തായിരുന്നു, അത് എവിടെയൊക്കെ നടത്തുന്നു, അതിലൂടെ നമ്മൾ നേടേണ്ടത് എന്താണ്, പിന്നെ അവിടെ നിന്ന് അവിടെ എന്തൊക്കെ കാണാൻ പറ്റും, ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പൊ ഏകദേശം ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകാം നമുക്കിനി. നമ്മൾ കുംഭമേളയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സന്യാസിമാരുടെ കാര്യങ്ങളൊക്കെ, അഖോഡകളെ കുറിച്ചും നാഗസന്യാസി വിഭാഗക്കാരായിട്ടുള്ള അഖാഡകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ അഘോരികളെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളായിട്ടുള്ള അഖാഡകളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ശരിക്കും കുംഭമേളയിൽ നാം എന്താ പറയാ ചെയ്യാൻ, സാധാരണ ആൾക്കാർക്ക് പോയിട്ട് അവരെന്താ ചെയ്യണം, അവര് സ്വർഗീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈ ചില നക്ഷത്രങ്ങള് ചില പ്രത്യേക രാശിയിലേക്ക് കടക്കുമ്പോൾ ചില ഈ പറയുന്ന തീർത്ഥങ്ങളില് അമൃതിന്റെ സാന്നിധ്യം, അവിടെ സ്നാനം ചെയ്യുന്നവർക്ക് അമരത്വം എന്നുള്ള അവസ്ഥ, അത് സ്വർഗീയ ലോകങ്ങളിലേക്ക് പോകാനും, ഇനി സ്വർഗത്ത് പോയിട്ട് തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ വൈകുണ്ഠ ലോകങ്ങളിൽ, കാരണം ഭൂമിയിൽ നിന്നും നമ്മൾ കണ്ടായിരുന്നു 17-14 ലോകങ്ങളിൽ ഏകദേശം ഭൂമി സെൻട്രലായിട്ട് വരും. അപ്പോ അതിൽ നിന്ന് മുകളിലായിട്ടാണ് ഭൂവർലോകം, അത് കഴിഞ്ഞിട്ട് സ്വർലോകം, പിന്നെ മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോ താഴോട്ട് അതലം വിതലം സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, അങ്ങനെ താഴോട്ട് കുറെ ലോകങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഭൂമിയിൽ ഏകദേശം സെൻട്രലിൽ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നേടുന്ന പുണ്യം കൊണ്ടാണ് ഈ സ്വർഗ ലോക പ്രാപ്തി കിട്ടുന്നത്. നമ്മൾ ഇന്നലെ സ്വർഗലോക പ്രാപ്തിക്ക് തന്നെ പല പല വഴികളുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതില് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. ദേവ യാന്തി മദ്ഭക്ത യാന്തി മാമപി, 7-ാം അധ്യായം 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദേവേന്ദ്രനെയും അല്ലെങ്കിൽ ദേവന്മാരെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാര് ദേവലോകത്ത് പോയി ജനിക്കും എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ എന്റെ ഭക്തർ എന്റെ ധാമത്തിൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഒരു വഴിയാണ്. പിന്നെ ഉള്ള വഴി എന്ന് പറയുന്നത് ദാനധർമാദികൾ. അതിൽ പ്രത്യേകിച്ച് ഗോദാനത്തിന്, ഒരു പശുവിനെ ദാനം ചെയ്യുന്നവന് ഉറപ്പായിട്ട് സ്വർഗീയ ലോകങ്ങളിൽ പോകാം. പക്ഷെ അത് കൊടുക്കുമ്പോൾ ആ ദാനത്തിൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം പശു വാങ്ങുന്ന ആള് അതിനെ സുരക്ഷിതമായിട്ട് പരിപാലിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഒരു കാരണവശാലും ആ പശു മാംസക്കടയിലേക്ക് പോകാൻ വിധിക്കപ്പെടരുത്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ അതിന്റെ പാപത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ പശുവിന് അങ്ങനെ എന്താ പറയാ, ഒരാൾക്ക് അർഹതയില്ലാത്ത ഒരാൾക്ക് കൊടുത്ത് അയാള് മുഖാന്തരം ആ പശു കൊല്ലപ്പെട്ടാൽ ആ പശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട 5 കൂട്ടം ആൾക്കാർ, അത് പശുവിന്റെ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും, ഒരു കോഴി ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, പോത്തായിക്കോട്ടെ, കാളയായിക്കോട്ടെ, ഏത് ജീവിയെ ആയാലും ആ ഒരു ജീവിയെ വിൽക്കുന്ന ആളിന് 5 പേർക്ക് തുല്യ പങ്കാളിത്തം. അതില് ആ വിൽക്കുന്ന ആളിന്, പിന്നെന്താണ് വാങ്ങിക്കൊണ്ടു പോകുന്ന ആളിന്, പിന്നെന്താണ് ഇറച്ചി, ആ പശുവിനെ കൊല്ലുന്ന ആൾക്ക്, അതിന്റെ മാംസം വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ആൾക്ക്, പിന്നെ പാചകം ചെയ്ത ആളിന്, പിന്നെ കഴിക്കുന്നത്. അപ്പൊ ഒരാള് നമ്മൾ വിചാരിക്കും നമ്മൾ കൊന്നില്ലല്ലോ, നമ്മൾ തിന്നല്ലേ ഉള്ളൂ, അത് നമ്മളല്ലെങ്കിൽ വേറൊരാൾ കഴിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കെങ്ങനെ പാപം വരും എന്ന് സ്വാഭാവികം ചിലർ ചിന്തിക്കും. പക്ഷെ ആ യുക്തി ഒരിക്കലും ഭഗവാന്റെ നീതിയുടെ മുന്നിൽ ഒന്നുമല്ല. കാരണം നിങ്ങളിൽ ഒരാള് അതിൽ നിന്ന് മാറിയാൽ എത്രയോ പശുക്കളെ കൊല്ലുന്നതിൽ നിന്നും ഒഴിവാകും. കാരണം ഇപ്പൊ ഉദാഹരണം, വീട്ടില് ഭർത്താവ് പറയാണ്, എനിക്ക് നാളെ തൊട്ട് ഞാൻ ഈ ഇറച്ചി മീനൊക്കെ നിർത്തുകയാണ്, ഞാൻ ഇനി വാങ്ങിക്കാൻ പോകുന്നില്ല,
അപ്പൊ ഭാര്യ അത് പറ്റൂല, നിങ്ങൾക്ക് വേണ്ടേ വേണ്ട, എനിക്ക് കഴിക്കണ്ടേ, എനിക്ക് പിള്ളേർക്ക് കഴിക്കണ്ടേ, അപ്പൊ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തരണം, ഞാൻ ഇനി പോയി വാങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ആദ്യ ദിവസം കുറച്ച് ദിവസമൊക്കെ പിണക്കം, സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടാവും, വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ്. പക്ഷേ ആ വീട്ടില് പിന്നെ മാംസാഹാരത്തിന്റെ കുറവ് വളരെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ആ മാംസം, മീനായിക്കോട്ടെ മാംസമായിക്കോട്ടെ വാങ്ങുന്നതൊക്കെ കുറെ ക്രമേണ കുറഞ്ഞ് 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 അവരെല്ലാം പരിശുദ്ധ. ചിലപ്പോൾ അവർ കഴിക്കുമായിരിക്കും, സ്വന്തം ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ കഴിക്കാം, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാം. പക്ഷെ എങ്കിലും ആ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വന്ന് പാചകം ചെയ്യുന്ന ആ ഒരു അവസ്ഥ മാറും. അതുപോലെ തന്നെ ചില വീടുകളിൽ ഭർത്താവിന് ഇറച്ചി മീനോടൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ ഭാര്യ പറയണം, ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി പോയി, എനിക്കിതിൽ താല്പര്യമില്ല, ഞാൻ പാചകം ചെയ്യില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എവിടെന്നോ വാങ്ങിച്ച് കഴിച്ചോളൂ, കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ചോളൂ, എനിക്ക് വേണ്ട, അല്ലെങ്കിൽ മക്കൾക്കും വേണ്ട എന്ന് പറയും. ചിലപ്പോൾ വീട്ടിൽ ചെറിയ പൊട്ടലും ബഹളവും ചീറ്റലൊക്കെ ഉണ്ടാവും. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഞാൻ ഗരുഡപുരാണം ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെറുവയ്ക്കൽ അവിടെ ഒരു സത്സംഗമുണ്ട്. അവിടെ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു മാതാജി ഇതുപോലെ എൻ്റെ ഈ മാംസാഹാരം കഴിക്കുന്നവരുടെ അവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ട് അവർക്ക് മാനസാന്തരം വരികയും ഒരു വീട്ടില് ഈ കാര്യം പ്രാക്ടിക്കലി നടപ്പാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഭയങ്കര വഴക്കുണ്ടായി. ഭയങ്കര വഴക്കെന്ന് വെച്ചാൽ ഭയങ്കര വഴക്ക്. എന്നാലും നീ ഇങ്ങനെ സത്സംഗം ഒന്നും പറഞ്ഞുകൊണ്ട് പോകരുതെന്ന് വരെ പറഞ്ഞു. ഭയങ്കര വഴക്കായി. 2-3 ക്ലാസ്സിലൊന്നും അവർ വരാൻ പറ്റിയില്ല. ക്ലാസ്സിൽ അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ഞാൻ എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് സംഭവം പറയുന്നത്. ഇങ്ങനെ വീട്ടിൽ ഭയങ്കര വഴക്കായി, അടി വരെ കിട്ടി അവർക്ക്. പക്ഷെ ക്രമേണ ഇതിൽ അവർ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ ഭർത്താവിനുള്ളിൽ മാനസാന്തരം സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം എന്താണ്, എല്ലാ ശരീരങ്ങളിലും ആത്മാവിന്റെ കൂടെ ആരുണ്ട്? പരമാത്മാവുണ്ട്. പരമാത്മാവ് ഭഗവാൻ നമ്മുടെ ജീവാത്മാവിന്റെ ഓരോ പ്രവൃത്തികളെയും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവത്ഗീത പറയുന്നുണ്ട്, ഒരു മരത്തില് 2 പക്ഷികളെ പോലെ ഒരു പക്ഷി ആ മരത്തിലെ ഫലം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു, അതേസമയം മറ്റു പക്ഷി ഈ പക്ഷിയെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് തന്നിലേക്ക് ആ പക്ഷിയുടെ ശ്രദ്ധ ആ ഭൗതികമായ ആ ഫലത്തിൽ നിന്നും തന്നിലേക്ക് നോക്കുന്നതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ പക്ഷി പരമാത്മാവ് ജീവാത്മാവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയുടെ ഈ പറയുന്ന ഈ മാംസാഹാരം, മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചതിലും അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നതിലും ആ ജപം സ്ട്രോങ് ആക്കിയതിലൊക്കെ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എത്രത്തോളം ഇതിൽ ആത്മാർത്ഥതയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ മനസ്സിലാക്കിയതോടുകൂടി തന്നെ അയാളിലും മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. ഒരു നന്നായിട്ട് ജപിക്കുമായിരുന്നു. ജപത്തിന് വളരെ പ്രത്യേകത ഉണ്ട്. അത് ഉറക്കെ ജപിക്കുമ്പോൾ കുറെ കൂടി അതിന് ശക്തി കൂടും. കാരണം ഞാനിവിടെ തന്നെ പറഞ്ഞിട്ടുള്ള തോന്നുന്നു, ഒരിക്കല് പൂന്താനം സന്താന ഗോപാലം രചിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വൈകുണ്ഠ ലോകത്തെക്കുറിച്ച് വർണ്ണിക്കാൻ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ പല സ്വർഗം അറിയാം, സ്വർഗത്തെക്കുറിച്ചൊക്കെ അറിയാം. കാരണം ഭൗതിക ലോകത്തിന്റെ എത്രയോ 1000 മടങ്ങ് സുഖ സൗകര്യങ്ങളും ആഹാര സാധനങ്ങളും കഴിക്കുന്ന പാനീയങ്ങളും മറ്റ് അപ്സര സ്ത്രീകളുമായിട്ടുള്ള ജീവിത രീതികൾ, ദേവന്മാരുമായി ഗന്ധർവന്മാരുണ്ട് അവിടേക്ക് ഇങ്ങനെ പല ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ ഉള്ള ജീവിത രീതിയൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ വൈകുണ്ഠ ലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ഉറക്കത്തില് ഭഗവാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്നുണ്ട്. വന്നിട്ട് എനിക്ക് വൈകുണ്ഠത്തെക്കുറിച്ച് അറിയണം അല്ലേ, എന്നാൽ വരൂ, എന്നോട് ഒപ്പം വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പൂന്താനത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ആദ്യം ഈ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ നീലാകാശവും മറ്റു കാര്യങ്ങളൊക്കെ കാണും. പിന്നെ അന്ധകാരം നിറഞ്ഞ വഴികളിലൂടെ യാത്ര, ഒരു മൂളൽ മാത്രം. അങ്ങനെ എത്രയോ മണിക്കൂർ പോയി. ഭഗവാന്റെ ആ സ്പർശത്തിൽ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാനെ തന്നെ പിടിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ ആ യാത്ര ചെല്ലുമ്പോൾ അകലെ ഒരു പൊട്ടുപോലെ വൈകുണ്ഠ ലോകം തെളിയുന്നു. പിന്നെ അത് കോടി സൂര്യ പ്രഭയോടുകൂടി അവരുടെ മുന്നിലേക്ക് തെളിയുന്നു. അവിടെ അനന്തന്റെ പുറത്ത്
ഭഗവാൻ പള്ളി കൊണ്ട് കിടക്കുന്നു. ഇവരെ രണ്ടുപേരും അവിടെ എത്തിയതും ഭഗവാൻ എണീറ്റ് ഇവരെ സ്വീകരിക്കുന്നു. അപ്പോൾ നരനും നാരായണനും, സോറി, അത് അർജുനന്റെ കഥയിലാണ്. ആ കഥ അർജുനന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തായാലും ഈ സന്താന ഗോപാലൻ രചിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് സ്വർഗലോകം കാണിച്ചു കൊടുക്കാനായിട്ട് ഈ വൈകുണ്ഠ ലോകത്തേക്ക് ഭഗവാൻ കൊണ്ടെത്തിച്ചു. അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാവരും ചതുർഭുജ രൂപത്തിലാണ്, ചതുർഭുജ രൂപത്തിലാണ് അവിടെ എല്ലാവരും ഉള്ളത്. കണ്ടാൽ എല്ലാവരും വിഷ്ണു ആണെന്ന്, മഹാവിഷ്ണുവിനെ പോലെ തന്നെ എല്ലാവരും തോന്നും. സാരൂപ്യ മുക്തിയാണത്. സാലോക്യം, സായുജ്യം, സാമീപ്യം, ഇങ്ങനെ ആ സിദ്ധികളുണ്ട്. അതില് സാരൂപ്യ മുക്തിയിലാണ് അവിടുത്തെ ആൾക്കാരുള്ളത്. കൂടാതെ ലക്ഷ്മി സഹസ്രസത സംഭ്രമശേയമാനം ഗോവിന്ദമാതിപുരുഷം തമഹം ഭജാമി എന്ന് പറയുന്നുണ്ട്. കോടിക്കണക്കിന് ലക്ഷ്മിമാരവിടെ ഭഗവാന്റെ സേവനത്തിന് ഉത്സുകരായിട്ട് ഉത്കണ്ഠയോടുകൂടി ഓരോ സർവീസ് തനിക്ക് ഇപ്പം കിട്ടും എന്ന് വിചാരിച്ച് അവിടെ സർവീസ് കിട്ടാനില്ല. അങ്ങനെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ വേറെയും. അപ്പോ ഇതൊക്കെ കണ്ട് വൈകുണ്ഠ ലോകത്തേക്ക് കണ്ടു നിൽക്കുമ്പോഴേക്കും രണ്ട് വിഷ്ണു രൂപത്തിലുള്ള രണ്ടുപേര് പൂന്താനത്തിന്റെ പാദത്തിൽ വന്ന് വീഴുന്ന് നമസ്കരിക്കുന്നു. പൂന്താനം പെട്ടെന്ന് ഞെട്ടി മാറി പുറകിലോട്ട് ഒരു ചാട്ടം ചാടും. കാര്യം എന്താണ്? ഇത്രയും ഉന്നത പദവിയിൽ നിൽക്കുന്ന, ദേവന്മാരെക്കാൾ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന വിഷ്ണു രൂപികളായിട്ടുള്ള ഇവര് എന്തിനാണ് ഈ സാധാരണ മനുഷ്യനായ എന്റെ പാദത്തിൽ വീഴുന്നത്? എനിക്ക് എന്തെങ്കിലും ഒരു സുഹൃതമുണ്ടെങ്കിൽ അതും കൂടി നഷ്ടപ്പെട്ടു പോകുമല്ലോ ഭഗവാനെ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം പുറകിലേക്ക് ചാടിയത്. അപ്പോ എന്നിട്ട് നിങ്ങൾ എന്തായി കാണിക്കണം? നിങ്ങളൊക്കെ വലിയ മഹത്വങ്ങളായിട്ടുള്ള ദേവന്മാർക്ക് കാര്യക്കെട്ട് ഉയർന്ന തരത്തിലുള്ളവരാണ്. നിങ്ങൾ എന്തിനാണ് ഈ സാധുവായിട്ട് എന്റെ കാലത്തിൽ വീഴുന്നതെന്ന് ചോദിക്കുമ്പോ അവർ പറയും, നിങ്ങളുടെ ഗുരുവാണ്. എനിക്ക് അങ്ങനെ ശിഷ്യന്മാരേ ഇല്ലല്ലോ. ഞാൻ ഭാഗവത സപ്താഹങ്ങളിൽ കഥ പറയാറുണ്ടെന്നല്ലാതെ എനിക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ശിഷ്യ സമൂഹമൊന്നുമില്ല. ഞാൻ ആരെയും ശിഷ്യനായിട്ട് സ്വീകരിച്ചിട്ടുമില്ല. ഞാനൊരു ഗുരുവല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ശിഷ്യന്മാരുമില്ല. അല്ല, അങ്ങനെയല്ല, അങ്ങാണ് ഞങ്ങളെ ഇവിടേക്ക് വരാനായിട്ട് സഹായിച്ചത്. അപ്പോൾ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുവന്ന ആ പദവി സാധാരണ ഗുരുവിനുള്ളതാണ്. നമുക്ക് നേരിട്ട് ഭഗവാനെ മനസ്സിലാക്കാനോ ഭഗവാന്റെ ധാമത്തിലേക്ക് പോയാൽ ഭഗവാന്റെ ധാമത്തെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല, നമുക്കില്ല. അപ്പൊ നമ്മളെ നയിക്കുന്നത് ആരാണ്? ഗുരുവാണ്. അപ്പൊ ഗുരു വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും. നമ്മൾ എത്ര ഭക്തി പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ഗുരു വേണം. ഗുരു അല്ലെങ്കിൽ അത്രത്തോളം ഉന്നത ഭക്തരായിരിക്കണം. പല മഞ്ജുള അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി നമ്മുടെ കേരളത്തിൽ തന്നെ ഗുരു ഇല്ലാതെ തന്നെ തിരിച്ചു പോയവരും ഉണ്ടാവും. പക്ഷെ അവർക്ക് ഭഗവാൻ തന്നെ ഗുരുവായിട്ട് മാറും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അത്രത്തോളം ഉയർന്ന ഭക്തിയിലായിരിക്കും അവരൊക്കെ. അവർക്ക് ഭഗവാനെ വിട്ടൊരു ചിന്ത പോലും കാണില്ല. അങ്ങനെയുള്ളവർക്ക് ഗുരുവിന്റെ ആവശ്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ അവർക്ക് ഭഗവാൻ തന്നെ, അവിടെയും ഗുരു വേണം, പക്ഷെ അത് ഭഗവാൻ തന്നെ ഗുരുവായിട്ട് മാറും. മറിച്ച് നമ്മളെപ്പോലെ സാധാരണക്കാരന് ഗുരു വേണം. അപ്പോൾ ഇദ്ദേഹം പറയും, ഞാൻ ഗുരു അല്ലല്ലോ, ഞാൻ നിങ്ങളെ ഒരാളെ പോലും ശിഷ്യനായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇല്ല, അങ്ങ് ഞങ്ങൾക്ക് ഗുരുവാണ്, അങ്ങ് കാരണമാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത്. അപ്പൊ ചോദിക്കും, എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഗുരുവായത്? അപ്പോ അങ്ങയുടെ വീടിന്റെ തെക്കേ വശത്ത് 2 വരിക്കപ്ലാവുകൾ ഉണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അതെ, അത് കഴിഞ്ഞ മഴയത്ത് പട്ടുപോയല്ലോ, ഇടിമിന്നലേറ്റ് എന്ന് പറയും. അത് ആ മരങ്ങൾ ഞങ്ങളായിരുന്നു. ആ മഴയത്ത് ഇടിമിന്നൽ സമയത്ത് ഈ ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ എന്നൊക്കെ അങ്ങ് ഉറക്കെ വിളിച്ചു പറയുന്ന സമയത്താണ്, ഞങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ വേളയിലാണ് ഞങ്ങളുടെ ഇടിമിന്നലേറ്റ് ഞങ്ങളുടെ ആത്മാവ് ആ ശരീരം വിട്ടത്. ആ നാമം, ഭഗവാന്റെ നാമം, വൈകുണ്ഠ ലോകത്തെ ഭഗവാന്റെ ആ നാമം കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കാൻ പറ്റി. അതുകൊണ്ട് ആ ശരീരം കേട്ടുകൊണ്ട് എന്ത് പറ്റി? നമുക്ക് നേരെ വേറൊരു ശരീരം സ്വീകരിക്കാണ്ട് തന്നെ ആ മരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മനുഷ്യനായിട്ട് മാറാൻ, സോറി, മനുഷ്യനല്ല, ദേവനായിട്ട്, ദേവനും ഉപരി ഈ വൈകുണ്ഠ ലോകത്ത് തന്നെ വന്ന് ചേരാനുള്ള ഒരു വലിയ ഭാഗ്യം അങ്ങ് നമുക്ക് ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് ഗുരുതുല്യനാണ് എന്ന് പറഞ്ഞാണ് ഇവർ നമസ്കരിക്കുന്നത്. അപ്പൊ പൂന്താനം ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹരിയുടെ നാമത്തിന് ഇത്രയും പ്രാധാന്യം ഉണ്ടാകും. ഒരു 2 മരങ്ങളെ പോലും എന്താ പറയാ, വൈകുണ്ഠ ലോക വാസിയായിട്ട് മാറ്റാൻ മാത്രം ശക്തി ഉള്ള കാര്യം അദ്ദേഹത്തിന്, അതുവരെ അദ്ദേഹം ഓർത്തിരുന്നില്ല.
അപ്പോ ദൈവത്തിന് വളരെ സന്തോഷമായി. ഭഗവാനെ, ഞാൻ നാമം ഉറക്കെ ജപിച്ചത് കൊണ്ട് എൻ്റെ വീട്ടിനടുത്തുണ്ടായിരുന്ന 2 മരങ്ങൾക്ക് പോലും ഈ തിരിച്ചു വരാൻ പറ്റി. അപ്പോ ഉറക്കെ നാമം ജപിച്ചാൽ അത് വളരെയധികം നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങൾ, പക്ഷികള്, പറവകള്, പാറ്റ, പഴുതാര, ഇവൻ പാമ്പ്, എന്ത് പശുക്കള്, പട്ടികള്, എന്തൊക്കെ ജീവികളുണ്ടോ, മരങ്ങള്, ചെടികള്, ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ ധാരാളം ജീവജാലങ്ങൾ, തേനുകള്, താരൻ, പിന്നെന്താണ് ചെള്ള്, ഓരോരുത്തർ നമുക്കറിയില്ല നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ കണ്ണിന്റെ പുരികത്ത് പോലും ആയിരക്കണക്കിന് ജീവികൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിന്റെയൊക്കെ ഫോട്ടോ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ നമ്മുടെ ഓരോ രോമകൂപത്തിനകത്തും ജീവിക്കുന്ന ജീവികളുണ്ട്. കണ്ടാൽ പേടിച്ച് നമ്മൾ അന്തം വിട്ടു. അത്ര ഭീകരമായിട്ടുള്ള ജീവികളാണ്. ഇത് സത്യമാണ്, കള്ളമല്ല. അപ്പം നമ്മളെന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ഞാനൊരു സമൂഹമാണ്, ഞാനൊരു വ്യക്തിയല്ല. കാരണം എന്താണ്, എന്നില് നൂറുകണക്കിന്, ആയിരക്കണക്കിന് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. ഞാനെന്നപ്പോ കൂടാതെ നമ്മുടെ വയറ്റിനുള്ളിൽ പുഴുക്കള്, കൃമികള്, ഇങ്ങനെയുണ്ട്. ഇങ്ങനെ ധാരാളം നമ്മുടെ ശരീരത്തിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ജീവജാലങ്ങൾ നിറഞ്ഞതാണ് ഞാനെന്ന വ്യക്തി പോലും. ഇത് കൂടാതെ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ തന്നെ ബാക്ടീരിയ, ഫംഗല്, വൈറസുകൾ, ഇങ്ങനെ തുടങ്ങി ധാരാളം നമുക്ക് കാണാൻ പറ്റാത്ത ജീവജാലങ്ങൾ കോടിക്കണക്കിന് അല്ലാതെയുണ്ട്. അപ്പോൾ ഇത് ഈ കാണുന്ന ഭൗതിക ലോകത്ത് മൊത്തം നോക്കണം, സൃഷ്ടിയുടെ നമുക്ക് അളക്കാൻ പറ്റുന്നില്ല. അത് തന്നെ ഭഗവാന്റെ മൊത്തം സൃഷ്ടിയുടെ 1% മാത്രമേ ആകുന്നുള്ളൂ ഈ ഭൗതിക ലോകം. അതിൽ തന്നെ നമ്മൾ കാണുന്ന മനുഷ്യരും, മൃഗങ്ങളും, പക്ഷികളും, പാമ്പുകളും, ഉരകങ്ങളും, ഇങ്ങനെ കുറേ വിഭാഗങ്ങൾ. അതുകൂടാതെ കോടിക്കണക്കിന് ജീവജാലങ്ങൾ, ഈ പറയുന്ന ജീവജാലങ്ങളുടെ ഉള്ളിലും പുറത്തുമായിട്ട്, അത് കഴിഞ്ഞ് ഈ അന്തരീക്ഷം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന വൈറസുകള്, ബാക്ടീരിയാസ്, ഇങ്ങനെ കുറെ. അപ്പം ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് ആധ്യാത്മിക ലോകങ്ങളിലുള്ള അംഗസംഖ്യ. അപ്പം അങ്ങനെ പൂന്താനം ഇത് പറ്റുന്നു. ഇതെല്ലാം മനസ്സിലാക്കി കാര്യങ്ങൾ ഭഗവാന്റെ നാമം ഉറക്കെ ജപിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കുകയും തിരികെ വരികയും സന്താനഗോപാലം രചിക്കുകയൊക്കെ ചെയ്ത കഥയുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, സ്വർഗലോക പ്രാപ്തിക്ക് എന്താണ് പല വഴികളിൽ ഒന്നാണ് ഈ പറയുന്ന ഗോദാനം. ഗോദാനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ വളരെ ശ്രദ്ധിക്കണം. കാരണം ആ പശു ഒരു കാരണവശാലും ഇറച്ചിക്കടയിലേക്ക് പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങളും ഈ പറയുന്ന ദാനം ചെയ്യുന്ന ആൾക്ക് ഈ പാപിയായിട്ട് മാറും. കാരണം പശുവിനെ ആര് കൊടുത്തോ അവരാണ് അതിന് കാരണക്കാരിൽ ഒരാൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പശുദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വർഗീയ ലോകത്ത് പോകാൻ കാരണമായ പ്രധാനപ്പെട്ട ദാനങ്ങളിൽ ഒന്നാണ്. ഇത് കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ഏത് ദാനം ചെയ്താലും ദാനധർമാദികളിലൂടെ സ്വർഗീയ ലോകങ്ങളിൽ പോകാൻ സാധിക്കുമെന്ന് ഈ പറയുന്ന ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്തെന്താണ്? അടുത്തത് ദേവാരാധന വഴി ഒന്ന് പറഞ്ഞു. അടുത്ത ഗോദാനം. പിന്നെന്താണ്? യുദ്ധത്തിൽ വീരശ്രദ്ധം. നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ പേടിച്ചോടാതെ നിന്ന് ഫൈറ്റ് ചെയ്ത് മരിക്കുന്നവർക്ക്, വിജയിക്കുന്നവർക്ക് അല്ല, മരിക്കുന്നവർക്കാണ്. വിജയിക്കുന്നവർക്ക് ഇവിടെ ഫലം കിട്ടും. പക്ഷെ മരിക്കുന്നവർക്ക് സ്വർഗലോകം കിട്ടും എന്ന് പറയുന്നുണ്ട്. പുരാണങ്ങളിൽ, മഹാഭാരതത്തിലെ കഥകളിൽ നോക്കിയാൽ നമുക്കറിയാം, ദുഷ്ടരായിട്ടുള്ള കഥാപാത്രങ്ങൾ പോലും സ്വർഗത്തിൽ പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെന്താണ്? അശ്വമേധ യാഗം പോലുള്ള യാഗങ്ങളിലൂടെ സ്വർഗം മാത്രമല്ല, ഒരു 100 അശ്വമേധ യാഗമൊക്കെ കഴിപ്പിച്ചു കഴിഞ്ഞാൽ ദേവേന്ദ്രന്റെ സ്ഥാനം പോലും ലഭിക്കുമെന്ന് പറയുന്നു. നമുക്ക് പുരാണങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ദേവേന്ദ്രൻ അത് പേടിച്ച് തന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് പല 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 അപ്സരസുകളെയും ഈ പറയുന്ന ആൾക്കാരെ ഒക്കെ വഴിതെറ്റിക്കാനൊക്കെ വിട്ടതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ മഹർഷിമാരെയൊക്കെ വഴിതെറ്റിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും, വിശ്വാമിത്രനടക്കം. പിന്നെ ഉള്ളത് എന്താണ്? ഈ കുംഭമേളകളില്, തീർത്ഥങ്ങളിൽ ഇതുപോലെയുള്ള 144 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ പ്രയാഗ കുംഭമേള, അത് കൂടാതെയുള്ള ഉജ്ജയിനി ക്ഷിപ്ര നദിക്കരയിലെ കുംഭമേള, പിന്നെ ഹരിദ്വാറിലെ ഗംഗാതീരത്തുള്ള കുംഭമേള, നാസിക്കിലെ നാസിക്കിലെ
പ്രഭു ഗോദാവരി നർമ്മദ ഗോദാവരി 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 നദിയുടെ ഗോദാവരി. തീരത്ത് നടക്കുന്ന കുംഭമേള. ഇങ്ങനെ ഈ പറഞ്ഞ 4 സ്ഥലത്ത് നടക്കുന്ന കുംഭമേളകളിൽ ഏത് മേളയിൽ പങ്കെടുത്താലും നിങ്ങൾക്ക് സ്വർഗീയ ലോകം ലഭിക്കും. പിന്നെ ഉള്ള ഒരു കുറുക്ക് വഴിയുണ്ട്. അത് സാധാരണ ആരും ചെയ്യാറില്ല. അത് ഭയങ്കര റിസ്ക്കും ഭയങ്കര പാടുമുള്ള ഒരു വഴിയുണ്ട്. ആ ആ വഴിയാണ് നമ്മുടെ പുരാണങ്ങളില് തൃശങ്കു എന്ന് പറഞ്ഞ രാജാവ് ചെയ്തത്. അത് ഉടലോടെ സ്വർഗത്ത് പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. അദ്ദേഹത്തിന്റെ തൃശങ്കു എന്ന് പറയുന്നത് സൂര്യവംശ രാജ്യത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം വളരെ നല്ല രാജാവൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരിക്കല് ഉടലോടെ കൂടി, സാധാരണ എല്ലാവരും മരിച്ചിട്ടൊക്കെയല്ലേ സ്വർഗത്ത് പോകണം, ഉടലോടെ കൂടി അദ്ദേഹത്തിന് സ്വർഗത്ത് പോകണം എന്ന് ഉള്ളൊരു ആഗ്രഹം. പൂന്താനം ഉടലോടെ വൈകുണ്ഠത്ത് പോയതുപോലെ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ കുലഗുരുവായ വസിഷ്ഠ മുനി എടുത്ത് എന്ന് പറയും. അപ്പം വസിഷ്ഠ മുനി പറയും അത് ഭയങ്കര റിസ്ക് ഉള്ളതും ഭയങ്കര ചെലവുള്ളതും പിന്നെ അത് ശാസ്ത്രം വിധിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വേണ്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് തൃപ്തിയാകില്ല. അദ്ദേഹം എന്ത് ചെയ്യും? ഗുരു പോയതിനു ശേഷം ഗുരുവിന്റെ മക്കളടുത്ത് എന്നിട്ട് പറയും, നിങ്ങൾക്ക് ഞങ്ങൾ വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ തരാം, വലിയ കുറെ ഫ്ലാറ്റ് തരാം, കുറെ മറ്റേ വസ്തുക്കളൊക്കെ എഴുതി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറയും? നിങ്ങൾ എനിക്ക് വേണ്ടി യാഗം ചെയ്യണം, എന്നെ ഉടലോടെ സ്വർഗത്തയക്കണം. മക്കൾക്ക് ദേഷ്യം വരും. എന്റെ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് അച്ഛന് പറ്റില്ലെന്ന് പറഞ്ഞ കാര്യമല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്? നിങ്ങളുടെ ഗുരുവല്ലേ, ഗുരുവിനെ പറ്റിക്കുന്നതിന് പോലെയല്ലേ? ഇത് ശരിക്കും ഗുരുവിനോട് ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? അത് നിങ്ങൾ ഗുരുവിന്റെ മക്കളല്ലേ, വേറെ ആരും അല്ലല്ലോ. വേറെ ആരായാലും ശരി, നിങ്ങളുടെ ഗുരുവിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള ഗുരുമാര വിദ്യകളൊന്നും ചെയ്യരുത്. മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരരുതെന്ന് ഗുരു വശിഷ്ഠന്റെ മക്കള് പറയും. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കൊണ്ട് തീരുന്നില്ല. അദ്ദേഹം വാശി തീർക്കാൻ വേണ്ടി ആരടുത്ത് പോകണമെന്ന് ആലോചിക്കുക. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ വശിഷ്ഠന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുണ്ട്, വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ ജന്മന ക്ഷത്രിയനാണ്. പക്ഷെ അദ്ദേഹം ഈ മുനി ആകാൻ വേണ്ടി തപസ് ചെയ്ത് മുനി ബ്രഹ്മർഷി പദം നേടിയ ആളാണ്. അതിനൊരു വലിയൊരു കഥ വേറെ ഉണ്ട്. അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കുംഭമേള കഥ തീരില്ല. അപ്പൊ എന്തായാലും വിശ്വാമിത്രന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് പറയും, ഇന്ന് മാത്രമല്ല, ഇവർ ഈ മക്കൾ എന്ത് ചെയ്യും? ഇദ്ദേഹത്തിനെ നീ ചണ്ടാളനായിട്ട് പോട്ടെ എന്നൊരു ശാപകടം കൊടുക്കും. ഇങ്ങനെ നീ ഗുരുവിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ വന്നതിന്റെ പേരിൽ നീ ചണ്ടാളനായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ ഒരു ശാപം കൂടി ഇട്ട് കൊടുക്കും. തൃശങ്കു കറുത്ത് കണ്ണെല്ലാം ഉരുണ്ട് ആകെ തലമുടിയെല്ലാം നഷ്ടപ്പെട്ട് വിരൂപനായിട്ട് ആകെ കണ്ടാൽ പേടി തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് നേരെ ഈ രൂപം കൂടെ ആകുമ്പോൾ അദ്ദേഹം വാശി കയറി നേരെ വിശ്വാമിത്രന്റെ അടുത്ത് പോകും. അപ്പോഴും രാജാവാണ്. നേരെ വിശ്വാമിത്രന്റെ അടുത്ത് എന്നിട്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തൃശങ്കു നിങ്ങളല്ലല്ലോ, അത് വേറെ രാജാവ്. ഞാൻ രാജാവ് എന്നെ ഇങ്ങനെ വസിഷ്ഠന്റെ മക്കളെല്ലാം കൂടെ ശപിച്ച് ഈ അവസ്ഥയാക്കി. കാര്യം എന്തിനാണ്? അത് ഇങ്ങനെ സ്വർഗത്ത് പോകണമെന്ന്, ഉടലോടെ സ്വർഗത്ത് പോകണമെന്ന് പറഞ്ഞു. അത് അദ്ദേഹം സമ്മതിച്ചില്ല. ഞാൻ കഷ്ടകാലത്തിന് മക്കളുടെ അടുത്ത് പോയി, മക്കൾ എന്നെ ഈ അവസ്ഥയാക്കി. അങ്ങനെ പറഞ്ഞ എന്നാ ഞാൻ നിനക്ക് കാരണം വസിഷ്ഠൻ എന്ത് പറയുന്നു അതിന് വിരുദ്ധമായിട്ട് ഇദ്ദേഹം ചെയ്യും. അതാണ് അദ്ദേഹം. അവർ ഭയങ്കര ശത്രുക്കളാണ്. പാമ്പും കീരിയും പോലെ ഉള്ള ഒരു ശത്രുത. എത്രയോ യുഗങ്ങൾ തന്നെ ആ ശത്രുത നിലനിന്നാണ് ശാസ്ത്രം പറയുന്നത്. പല ജന്മങ്ങൾ എടുത്തിട്ട് പോലും ഇവർ ശത്രുത മാറിയില്ല. അത്രത്തോളം വൈരാഗ്യം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ഉള്ളിൽ. വസിഷ്ഠൻ വളരെ സാധുവാണ്. അദ്ദേഹത്തിന് വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ വിശ്വാമിത്രന് ഭയങ്കരമായ വിരോധം ഇഷ്ടമുണ്ടായി. വേറെ ഒന്നുമില്ല, സംഭവം നിസ്സാരമാണ്. ഒരിക്കൽ അദ്ദേഹം വിശ്വാമിത്ര മഹാരാജാവ് കാട്ടിൽ ഒരു സ്ഥലത്തേക്ക് തന്റെ സൈന്യവും ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ അങ്ങനെ വരുന്ന വഴിക്ക്, ആയിരക്കണക്കിന് ആൾക്കാരുമായിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിന്റെ സമീപത്തെത്തുന്നു. അവിടെ എത്തിയിട്ട് എത്തുമ്പോഴേക്കും കൂടെ ഉള്ളവർ പറയും, ഇവിടെ അടുത്താണ് വസിഷ്ഠ മുനിയുടെ ആശ്രമം, നമുക്ക് അവിടെ ഒന്ന് കയറിയാലോ? ശരി ആയിക്കോട്ടെ എന്ന് ചെന്ന് കയറും. ഉച്ച സമയമായിരുന്നു. വസിഷ്ഠൻ എല്ലാവരും ഇരുന്നോളൂ, ഞാൻ ആഹാരം തരാന്ന് പറയാം. അപ്പൊ എവര് എന്താണ്, കാട്ടിൽ കഴിയുന്ന വസിഷ്ഠന് എന്ത് തരാൻ? കുറച്ച് കായകനികൾ തരാം, അത് എല്ലാവർക്കും കൊടുക്കാനും കാണത്തില്ല. ഓരോന്ന് കഷ്ണങ്ങൾ മുറിച്ച് തരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വലിയ ഇലകൾ നിരത്തുന്നു. മൃഷ്ടാന്ന ഭോജനം, ഭയങ്കര സദ്യ, എന്താ പറയാ, ബോളി അടക്കം പാൽപായസം അടക്കം അങ്ങ് വിളമ്പുകയാണ്. ഇതൊക്കെ കഴിച്ചപ്പോഴും അപാര ടേസ്റ്റ്. എന്റെ ഭഗവാൻ, ഇത് കൊട്ടാരത്തിൽ പോലും ഇത്രയും ടേസ്റ്റ് ഉള്ള ഈ ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല. ഇത് എങ്ങനെ ഈ ഒരു മുനിക്ക് ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇല അടക്കം ഇട്ട് വിളമ്പാൻ ഇതെങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇതെല്ലാം എൻ്റെ
എന്റെ കാമധേനു, എന്റെ മകളാണ് എനിക്ക് ഇതെല്ലാം തരുന്നെന്ന് പറഞ്ഞ് പശുവിനെ കാണിച്ചു കൊടുക്കും. അപ്പോ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈശ്വരാ, ഇത് ഭയങ്കരമാണല്ലോ, ഇത്ര ഇങ്ങനെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു പശുവോ. അപ്പൊ ഉടൻ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ പശുവിനെ എനിക്ക് തരുമോ, ഞാന് 10 ലക്ഷം രൂപ തരാം എന്ന് പറയുന്നു. അയ്യോ, 10 ലക്ഷം തന്നാലൊന്നും എനിക്ക് തരാൻ പറ്റില്ല, ഇവളെ എനിക്കില്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതം തന്നെ ഇല്ല, എനിക്ക് എന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ എല്ലാം എനിക്ക് ഈ കാമധേനുവാണ്, അതുകൊണ്ട് എനിക്ക് തരാനേ പറ്റില്ല. എന്നാൽ ശരി, 10 ലക്ഷം അല്ല, 50 ലക്ഷം തരാം, 100 ലക്ഷം, 1 കോടി, 2 കോടി, ഇങ്ങനെ അദ്ദേഹം ഓഫർ കൂട്ടിക്കൊണ്ടിരുന്നു. ഞാൻ എന്ത് പറഞ്ഞിട്ടും പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല, എന്റെ മകളാണ്, എന്റെ മകളെ എനിക്ക് വിടാൻ പറ്റുമോ, ഒരിക്കലും അങ്ങനെ ഞാൻ അവളെ വിട്ടു തരില്ല എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടാവും. അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം ഉടൻ തന്നെ പിടിച്ചു കെട്ട് ഇങ്ങനെയായിരുന്നു. അങ്ങനെ വസിഷ്ഠനെ അദ്ദേഹത്തിന്റെ സൈന്യം പിടിച്ചു കെട്ടിയിട്ട് പശുവിനെ ബലാത്കാരമായിട്ട് വലിച്ചെടുക്കും. അപ്പൊ പശു പോകില്ല. പശു പറയും, മഹർഷി എന്താണ് അങ്ങ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? മഹർഷി പറയും, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ ഒറ്റയാളാണ്, എനിക്ക് സൈന്യമില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് എന്റെ മക്കളാണെങ്കിൽ ആ സമയത്ത് അവിടെ ഇല്ലേ താനും, ഞാൻ എന്താ ചെയ്യാൻ, അങ്ങ് വിചാരിച്ചാൽ എന്താ സാധിക്കാത്തതെന്ന് ചോദിക്കും. അതിനുള്ള അനുവാദം തന്നൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഇവരെല്ലാം അന്തം വിട്ട് നിൽക്കണം, എന്താ അനുവാദം ചോദിക്കണം. അപ്പൊ പറയുന്നത്, അത് അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതും കാമധേനുവിന്റെ ദേഹത്ത് നിന്ന് ആയിരക്കണക്കിന് സൈന്യം ഭടന്മാര് പുറത്തേക്ക് ചാടി ഇവരെല്ലാം ഈ വിശ്വാമിത്രന്റെ സൈന്യത്തെയും ബന്ധുമിത്രാദികളൊക്കെ മൊത്തം മക്കളെ അടക്കം വെട്ടി നുറുക്കി കൊല്ലും. കൂട്ടക്കൊല, രക്തപ്പുഴ ഒഴുകുക. അങ്ങനെ വിശ്വാമിത്രൻ മാത്രം വിശ്വാമിത്രൻ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് ആലോചിക്കും, ചേട്ടാ, അത്രയും ഭൗതിക ശക്തിക്ക് മുന്നിൽ ആധ്യാത്മിക ശക്തിക്ക് കാണും മേൽക്കൈ. എന്റെ സൈന്യത്തിന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾക്കോ അവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു മഹർഷിയായി ആ മഹർഷിയുടെ ആ ശക്തി നേടിയാൽ എനിക്ക് എന്തും സാധിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ വീട്ടിലുണ്ടായിരുന്ന ഒരു പുത്രനെ ആ രാജ്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം നേരെ കാട്ടിൽ ചെന്ന് തപസ്സിരിക്കും. അങ്ങനെ തപസ്സിരിക്കുന്ന സമയത്താണ് മേനക വരുന്നത്, ശകുന്തള ജനനം വരുന്നത്. ഇങ്ങനെയൊക്കെ പോകും. അവസാനം അദ്ദേഹം ബ്രഹ്മർഷി പദം നേടിയിട്ടും വസിഷ്ഠന്റെ മുന്നിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അദ്ദേഹം കുറെ പവറൊക്കെ നേടി, സിദ്ധികളൊക്കെ നേടി വന്നിട്ട് വസിഷ്ഠനായിട്ട് യുദ്ധം ചെയ്യും. അപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ജയിക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും അദ്ദേഹം ബ്രഹ്മാവിനെ തപസ് ചെയ്യും. അങ്ങനെ കുറെ തപസ്സുകൾക്ക് ശേഷം അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാവും. അപ്പോഴും വസിഷ്ഠൻ വന്ന് അദ്ദേഹത്തിനെ തൊഴും. അപ്പൊ പിന്നെ അതോടുകൂടി അവരുടെ പിണക്കമെല്ലാം മാറും. അപ്പൊ അങ്ങനെ ആ വിശ്വാമിത്രന്റെ അടുത്താണ് ഈ പോകുന്ന നമ്മളെ ഋഷങ്ക് ചെന്നിട്ട് പറയും, എന്നെ സ്വർഗത്തേക്ക് ഉടലോടെ അയക്കണം. അങ്ങനെ വിശ്വാമിത്രൻ വലിയ യാഗമൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് മന്ത്രം ചൊല്ലി ഭയങ്കരമായ യാഗങ്ങളൊക്കെ നടത്തി അവസാനം മന്ത്രം ചൊല്ലിയിട്ട് ഇദ്ദേഹത്തിന് സ്വർഗത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പറയണതും അദ്ദേഹം റോക്കറ്റ് പോകുമ്പോൾ ഒരൊറ്റ പോക്ക്. ആരാണ്? തൃശങ്ക് അന്തം വിട്ടുപോയി, പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു. ഭൂന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക് ആകാശത്തേക്ക് പോയപ്പോ അങ്ങ് ദേവേന്ദ്രൻ ദേവലോകത്ത് നോക്കിയപ്പോ എന്തോ ഒരു പൊട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ താഴെ നിന്ന് എന്തോ വന്നുകൊണ്ടിരിക്കുന്നു. ദേവേന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഇതാര് ഇങ്ങനെ വരുന്ന മനുഷ്യൻ സാധാരണ മരിച്ചിട്ടൊക്കെയാണല്ലോ വരണം, ഇതാര് ഇങ്ങോട്ട് വരണം. അപ്പൊ നോക്കിയപ്പോ ഒരു കറുത്ത ഒരാൾ. ഇത് നമ്മളെ ഭൂമിയിലെ തൃശങ്കുവല്ലേ, ശരിയാണ്, നിനക്ക് അങ്ങനെ, നീ ഇങ്ങനെ സ്വർഗത്തിൽ അങ്ങനെ വരേണ്ടത്, അങ്ങനെ ഉടലോടെ ഇവിടെ ആരും അങ്ങനെ എന്താ പറയാ, ഗിന്നസ് ബുക്കിൽ പേര് വരുമ്പോൾ അങ്ങനെ ഒരിക്കലും വരണ്ട, ഈ താഴോട്ട് തന്നെ പോകുന്നു പറഞ്ഞിട്ട് തിരിച്ചങ്ങോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ശക്തി പ്രയോഗിക്കും. പോയ ആള് ഡബിൾ വേഗത്തിൽ തിരിച്ച് തല കുത്തണ ഇങ്ങോട്ട്. തൃശങ്ക് വിശ്വാമിത്ര വിളിച്ച്, വിശ്വാമിത്ര എന്നെ രക്ഷിക്കണേ, ഇതാ ഞാൻ വന്നുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞുകൊണ്ട് തൃശങ്ക് താഴോട്ട്. അപ്പോ എന്ത് പറ്റും? വിശ്വാമിത്രൻ പറയും, നീ ഒരിക്കലും ഇങ്ങോട്ട് വരണ്ട, നീ മുകളിലോട്ട് സ്വർഗത്തോട്ട് തന്നെ പോവാ, ഓടെ തിരിച്ച് അങ്ങോട്ട് ഓടാൻ ദേവൻ, നീ താഴോട്ട് ഓടെ, അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന് തൃശങ്ക് ആകെ ടെൻഷൻ. അവസാനം എന്ത് പറ്റും? വിശ്വാമിത്രൻ ദേഷ്യം വന്നിട്ട്, ഇന്ദ്രൻ, നിനക്ക് അത്ര അഹങ്കാരം, നീ എന്നെ ഞാൻ അയച്ച ഒരാളെ തിരിച്ചയക്കുന്നു, എന്നാൽ നിന്റെ സ്വർഗലോകത്തെ പോലെ ഞാൻ ഒരു മനോഹരമായ സ്വർഗം ഞാൻ സൃഷ്ടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് തൃശങ്കുവിന് ഒരു സ്വർഗം എക്സ്ട്രാ, ഈ പറഞ്ഞ ശാസ്ത്രജ്ഞങ്ങളിൽ ഇല്ലാത്ത ഒരു എക്സ്ട്രാ ഗ്രഹം, ഒരു സ്വർഗലോകം ആർക്കുണ്ടായി കൊടുക്കും? ഈ പറയുന്ന തൃശങ്കുവിന് ഉണ്ടായി കൊടുക്കും. അങ്ങനെ ആ സ്വർഗത്താണ് പിന്നെ തൃശങ്കു കഴിയുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിലും പുരാണങ്ങളിൽ സ്വർഗത്തിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ അതിൽ ഈ പറയുന്ന സ്വർഗീയ ലോകങ്ങളിൽ പോകുന്ന വ്യത്യസ്ത മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് എന്താണ്
ഈ പറയുന്ന കുംഭമേള. പക്ഷെ നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും അത്ര ഐഡിയ ഇല്ല. അവർ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും അവർക്ക് സ്വർഗീയ ലോകങ്ങളിലേക്ക് കിട്ടാനുള്ള യോഗ്യത അതുവഴി ലഭിക്കാറുണ്ട്. സാധുക്കൾക്ക് സേവനം ചെയ്യുന്നതിലൂടെ ഭക്തി കിട്ടും. പിന്നെ അവർക്ക് ദക്ഷിണ, വസ്ത്രം, ആഹാരം ഒക്കെ കൊടുത്ത് അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ നേടാൻ പറ്റും. പിന്നെന്താണ്, തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങള്, ദിവ്യധാമങ്ങള്. ഇപ്പൊ ഉദാഹരണം, ഇപ്പം പ്രയാഗരാജ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. അവിടെ ഭഗവാൻ ഓടിച്ചാടി കളിച്ച വൃന്ദാവനം, മധുര, ദ്വാരക ഗുജറാത്തിലാണ്. മധുര, പിന്നെ ഭഗവാന്റെ ആ ധാമങ്ങളെല്ലാം കാണാം. പിന്നെ ശ്രീരാമൻ ജനിച്ച അയോധ്യയിൽ, അയോധ്യ ശ്രീരാമന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പൊ അതൊക്കെ അവിടെയെല്ലാം നിങ്ങൾക്ക് പോകാം. അങ്ങനെ കുറെ തീർത്ഥാടനങ്ങളൊക്കെ സമയവും സാമ്പത്തികവും അനുവദിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, പിന്നെ ഇത് ഓരോ സ്ഥലത്തെയും കുംഭമേളകൾ ഏത് സമയങ്ങളിലാണെന്നാണ് അടുത്ത ഞാൻ പറയുന്നത്. അത് സൂര്യനും വേഴനും ചിങ്ങരാശിയിൽ പ്രവേശിക്കുമ്പോൾ ആണ് നാസിക്കിലെ ത്രയംബകേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കുംഭമേള നടക്കുന്നത്. പിന്നെ വേഴം കുംഭരാശിയിലും സൂര്യൻ മേടരാശിയിലും പ്രവേശിക്കുമ്പോഴാണ് ഹരിദ്വാരില് കുംഭമേള നടക്കുന്നത്. പിന്നെ മാഘ അമാവാസിയിൽ വേഴം കുംഭരാശിയിലും സൂര്യനും ചന്ദ്രനും മകരരാശിയിലും പ്രവേശിക്കുമ്പോഴാണ് പ്രയാഗരാജില് കുംഭമേള നടക്കുന്നത്. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കുംഭമേള. പിന്നെ വേഴം കുംഭരാശിയിൽ പ്രവേശിക്കുമ്പോൾ ഉജ്ജയിനിയില് ചന്ദ്രനും സൂര്യൻ, വേഴം ഇവർ അമൃത കുംഭ സംരക്ഷകരായിട്ടാണ് ഭാഗവതം പറയുന്നത്. വേഴം എന്ന് പറയുന്നത് ബൃഹസ്പതി ദേവഗുരുവാണ്. അപ്പൊ ഇവര് സൂര്യനും ചന്ദ്രനുമാണ് ഈ അമൃതനെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നത്. അവര് ദേവഗുരുവായ ബൃഹസ്പതിയുടെ എന്താ പറയാ ആജ്ഞയോട് കൂടിയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇനി ഈ പറയുന്ന സാധാരണക്കാർക്ക് ലഭിക്കുന്ന കാര്യം ഇതൊക്കെയാണ്. സ്വർഗീയ ലോകം കിട്ടും, അവർക്ക് ഈ പറഞ്ഞ പുണ്യ തീർത്ഥങ്ങളിലൊക്കെ പോകാൻ പറ്റും. പിന്നെ തീർത്ഥസ്നാനത്തിന് അല്ലെങ്കിൽ തന്നെ പ്രാധാന്യമുണ്ട്. പക്ഷെ വൈഷ്ണവർക്ക് എത്രത്തോളം ഇതിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത പറയുന്നത്. പ്രഭുപാദ് 1977 കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന അമൃതത്തിന്റെ സാന്നിധ്യമുള്ള ആ തീർത്ഥസ്നാനത്തിലൂടെ ദേവലോകത്തേക്ക് പോകാൻ എന്നുള്ള ചിന്തയിലല്ല. തീർച്ചയായിട്ടും അദ്ദേഹം സാധുക്കളെ കാണാനും അവരുടെ അനുഗ്രഹം നേടാനും തീർത്ഥസ്നാനത്തിൽ കുളിച്ച് ഭക്തിക്ക് പുരോഗതി നേടാനും പിന്നെന്താണ് പ്രീച്ചിങ്, ഭക്ഷണാവബോധം പ്രചരിപ്പിക്കാൻ ആയിട്ട് ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾക്കാണ്. ഒരിക്കലും സ്വർഗീയ ലോകങ്ങള് ഭക്തർ ആഗ്രഹിക്കാറില്ല. നമുക്കറിയാം, ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, തേത്തം ഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. നിങ്ങള് സ്വർഗലോകം പുണ്യം നേടി സ്വർഗത്ത് പോയാലും പുണ്യത്തിന്റെ അളവ് കുറയുമ്പോൾ, ഇപ്പൊ നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടു, നമുക്ക് ആ പൈസ നമുക്ക് ഇഷ്ടംപോലെ എടുത്ത് ATM കാർഡ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അല്ല എങ്ങനെ വേണോ നമുക്ക് സ്വീകരിക്കാം. എടുത്തിട്ട് നമുക്ക് ആ പൈസ വിനിയോഗിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ ഒരു ദിവസം ഈ പൈസ തീരും, ഇല്ലേ? നമ്മളെ പുണ്യം നമ്മൾ പല പല കാര്യങ്ങളിലൂടെ, സത്പ്രവൃത്തികളിലൂടെ നേടിയ പുണ്യം നമ്മൾ സ്റ്റോക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കും തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ആ പുണ്യം തീരുന്ന ആ സമയത്ത് നമ്മൾ എന്ത് പറ്റും? നമ്മൾ വീണ്ടും ഭൂമിയിൽ മർത്യലോകേ വിശന്തി. മർത്യലോകം എന്ന് പറയുന്നത് മനുഷ്യന്റെ ലോകം, ഭൂമിയാണ്. ഭൂമിയിൽ വന്ന് പിറക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തോ ഇല്ല, പുണ്യമേ ഇല്ല, ഒരു പുണ്യവും ഇല്ലാതെ വന്ന് പിറക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ദരിദ്രര്, രോഗികള്, ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളിൽ വന്ന് ജനിക്കേണ്ടി വരും. കാരണം പുണ്യമില്ല. പുണ്യം ഉണ്ടെങ്കിൽ നമുക്ക് പണക്കാരുടെ കുടുംബത്തിലേക്ക് ജനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ദാരിദ്ര്യ കുടുംബത്തിൽ വന്ന് ജനിക്കേണ്ടി വരും. അതുകൊണ്ട് ബുദ്ധിയുള്ള ഒരാൾ സ്വർഗീയ ലോകങ്ങളിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ സ്വർഗപ്രാപ്തിയോട് താല്പര്യം കാണിക്കില്ല. കാരണം അവർക്ക് അത് മാത്രമല്ല, ഈ സ്വർഗത്തിലേക്ക് പോയാൽ നമുക്കറിയാം, അവിടെ ഭൗതികതയുടെ അൾട്ടിമേറ്റ് ആണ്, ഏറ്റവും ഉയർന്ന സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ്. അവിടെ നമുക്ക് ശരിക്കും സ്വർഗത്ത് പോയാലും ഭക്തി പ്രാക്ടീസ് ചെയ്യാം. കാരണം സ്വർഗത്തിന് പിന്നെ നമുക്ക് ഭൂമിയിൽ നിന്ന് പോയതിനേക്കാൾ കുറച്ച് ദൂരം കുറവാണ് ഇങ്ങോട്ട് വൈകുണ്ഠ ലോകത്തേക്ക് പോകാൻ, ഉപരിലോകങ്ങളായതുകൊണ്ട്. പക്ഷേ എത്ര പേർക്ക് അതിന് കഴിയുമെന്നുള്ളതാണ്
അവിടുത്തെ ഒരു ചോദ്യം. കാരണം നമുക്ക് തന്നെ അറിയാം ഭൂമിയിലെ സുഖ സൗകര്യങ്ങൾ, ഇപ്പൊ നല്ലൊരു ജോലി, നല്ലൊരു വീട്, നല്ലൊരു കാറ്, നല്ലൊരു പത്നി, നല്ല മക്കള്, നല്ല പൈസ, നല്ല ഭൗതിക സൗകര്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ പലർക്കും ഉള്ളിന്റെ ഉള്ളില് ഞാനെന്ന ഭാവം, എനിക്ക് ഇതെല്ലാം എൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ ഞാനാണ്, എൻ്റെതാണ് എന്നുള്ള ചിന്ത വളരെ കൂടുതലായിരിക്കും അവർക്ക്. അവർക്ക് ഈശ്വരനോട് അത്ര വലിയ, എന്ന് പറഞ്ഞ എല്ലാ പണക്കാരും ഈശ്വരനെ ആരാധിക്കുന്നില്ലെന്നോ, കൃഷ്ണന്റെ അല്ലെങ്കിൽ രാമന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ അല്ലെങ്കിൽ മറ്റു ദേവന്മാരുടെ ഒക്കെ ഭക്തരല്ലെന്നോ അല്ല പറയുന്നത്. പൊതുവില് ഭൗതിക സൗകര്യം കൂടിയാല് നമുക്ക് ഭക്തിയിൽ പുറകിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ അത്രത്തോളം കുന്തിയുടെ മാനസിക അവസ്ഥ നിൽക്കുന്നവരായിരിക്കും. എനിക്ക് ദുഃഖങ്ങൾ കിട്ടണേ, എനിക്ക് ആ സമയത്തെല്ലാം എനിക്ക് അങ്ങയെ വിളിക്കാനും, ആ സമയത്തെല്ലാം അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ ദർശനം എനിക്ക് കിട്ടും, അങ്ങയുടെ സഹായം കിട്ടും, എനിക്ക് അതിലൂടെ എനിക്ക് അങ്ങയെ ഓർക്കാനുള്ള അവസരം കിട്ടും എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് അല്ലാതെ ഭൗതിക സൗകര്യങ്ങൾ കൂടുന്തോറും ഭക്തിയിൽ പുറകിലോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ ഈ നിസാര ഭൗതിക സുഖങ്ങൾ പോലും നമ്മളെ ഭഗവാനിൽ നിന്നും അകറ്റുമെങ്കിൽ സ്വർഗീയ സുഖങ്ങൾ കിട്ടുന്ന ഒരാളുടെ അവസ്ഥ നമുക്ക് വളരെ എന്താ പറയും, ഭയങ്കര ഡേഞ്ചറാണ്, ഗ്യാരണ്ടിയില്ല. പക്ഷെ അവിടെ ഇരുന്ന് കൊണ്ട് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം, ഭക്തി പ്രാക്ടീസ് ചെയ്യാം. അത് എത്രത്തോളം നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് നമ്മുടെ ആത്മാക്കൾക്ക് എത്രത്തോളം പറ്റും എന്നുള്ളതാണ് ചോദ്യചിഹ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഭക്തരെ ഒരിക്കലും ഈ ഭഗവാന്റെ എന്താ പറയാ സേവനം, അതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഭാഗവതത്തില് 6-ാം സ്കന്ധത്തിൽ 17-28 ആണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നുണ്ട്, നാരായണ പരാസർവേ ന കുതശ്ചന വിദ്ധതി സ്വർഗ അപവർഗ നരകേഷു അഭിതുല്യർത്ഥ ദശനിഹ എന്ന് മഹാദേവൻ പാർവതി ദേവിയോട് പറയുന്നുണ്ട്. ഭഗവാന്റെ ഭക്തർ, ഭഗവാൻ വിഷ്ണുവിന്റെ ഭക്തര് എന്താണ്, അവർക്ക് സ്വർഗമായാലും നരകമായാലും ഇനി മുക്തി തന്നെ ആയാലും അവർക്ക് ഒരുപോലെയാണ്. അവരെവിടെയായാലും ഭഗവാന്റെ സേവനത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഭഗവാന്റെ നാമജപത്തിന്, ഭഗവാന്റെ സേവനത്തിനാണ്. അവർക്ക് സ്വർഗമായാലും നരകമായാലും മോക്ഷമായാലും അവർക്കൊരു പ്രശ്നമേ അല്ല. അപ്പോ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്വർഗത്തിൽ പോയാലും നമുക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നോ ഗ്യാരണ്ടി ഇല്ല. അത്രത്തോളം ആധ്യാത്മികമായ ചിന്തകളുമായിട്ട് ആ സ്മരണയിൽ പോകുന്നവർക്ക് അതിന് കഴിയത്തുള്ളൂ. അല്ല പിന്നെ വേറൊരു പോയിന്റ്, നമുക്ക് ഭക്തർക്ക് ഭഗവാന്റെ സേവനം, ഭഗവാന്റെ സാമീപ്യം, ഭക്തന്മാരുടെ സാമീപ്യം, ഭഗവാന് സേവ ചെയ്യാനുള്ള ആ താല്പര്യം അത് ഉള്ളത് കൊണ്ട് തന്നെ ഭക്തർ ഒരിക്കലും ഈ പൂർണ്ണ കുംഭമേള ആയിക്കോട്ടെ, സാധാരണ അർദ്ധ കുംഭമേള ആയിക്കോട്ടെ, സാധാരണ കുംഭമേള ആയിക്കോട്ടെ, ഇതിനോടൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല. അവിടെ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷമവും ഉണ്ടാകാറുമില്ല. ഇപ്പൊ 144 വർഷം കഴിഞ്ഞ് ഇനി അടുത്ത പൂർണ്ണ മഹാകുംഭമേള ഉള്ളൂ. പക്ഷെ അത് കാരണം പോയി ആ 144 288 വർഷം കഴിഞ്ഞാലും നമുക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല എന്നൊരു ചിന്തയാണ്. കാരണം എന്താണ്, അവിടെ നിന്ന് നേടുന്നത് എന്താണ്, സ്വർഗീയ സുഖങ്ങളാണ്. എന്നാൽ പോകുന്നത് കൊണ്ട് തെറ്റില്ല. എന്തുകൊണ്ടാണ്, നമുക്കവിടെ ഭക്തരെ സേവിക്കാം, അന്നദാനം നടത്താം, പല രീതിയിൽ ഉള്ള സന്യാസിമാരുടെ നിന്ന്, ഭക്തന്മാരിൽ നിന്നുള്ള അല്ലെങ്കിൽ പണ്ഡിതന്മാരായ ഭഗവാന്റെ ഭക്തരിൽ നിന്നുള്ള ആധ്യാത്മികമായ അറിവുകൾ നേടാം, സത്സംഗം നടത്താം. പിന്നെ ഈ ത്രിവേണി സംഗമം പോലെയുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം നടത്താം. അതിലൂടെ ഭക്തിക്ക് വളരെ സഹായിക്കും. പിന്നെ ആ കുംഭമേള നടക്കുന്നതിന് ചുറ്റുമുള്ള പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അവിടെ പോയാൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ഓക്കെ. മറിച്ച് നമ്മൾ മറ്റുള്ള അവർ ചിന്തിക്കുന്ന രീതിയിൽ സ്വർഗീയ സുഖങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന ആ ഒരു താല്പര്യം ഭക്തർക്ക് പൊതുവില് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്തർക്ക് സ്വർഗലോകത്തിനോ കുംഭമേളയ്ക്കോ ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അവര് സ്വർഗത്ത് പോയാലും നരകത്ത് പോയാലും ഇനി മോക്ഷം കിട്ടിപ്പോയാലും അവർക്ക് എവിടെയും ഭഗവാനെ സേവിക്കലാണ് അവരുടെ ജന്മോദ്ദേശം.
അതുകൊണ്ട് അത് മാത്രമേ അവർക്ക് സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ. കാരണം മീനിനെ പിടിച്ച് എത്ര നല്ല സ്ഥലത്ത് സ്വർണവും പവിഴവും ഒക്കെ കുറഞ്ഞ് നിറഞ്ഞ സ്ഥലത്തിട്ടാലും മീൻ ഇങ്ങനെ പടച്ചുകൊണ്ടിരിക്കും. എന്താണ് അതിന് അതിന് ആ ശ്വാസം കിട്ടില്ല. അതിന് വെള്ളത്തിലെത്തുന്നത് വരെ അതിന് ശ്വാസം കിട്ടില്ല. അതിങ്ങനെ പടച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവത് ഭക്തരുടെ അല്ലെങ്കിൽ ഭഗവാന്റെ സേവനം നടക്കുന്ന അവരുടെ ഇടയിൽ നിന്നില്ലെങ്കിൽ അവർക്ക് സമാധാനമേ ഉണ്ടാവില്ല. അവർക്ക് എപ്പോഴും ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കണം, ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരിക്കണം, മറ്റുള്ളവർക്ക് ഭഗവാൻ സേവനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം, മറ്റുള്ളവരെ കൂടി ഭക്തിയിലേക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടില്ല, ശാന്തി കിട്ടില്ല, സന്തോഷം കിട്ടില്ല. അപ്പൊ അതാണ് ഭക്തരുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ സുഖസൗകര്യങ്ങളിലൊന്നും ഭ്രമിച്ച് സ്വയം മറന്ന് ജീവിക്കുന്ന ഒരാൾക്ക് മാത്രം അങ്ങനെ ചിന്തിക്കാൻ, കാരണം ഇതെല്ലാം ഈ ആധ്യാത്മികമായിട്ടുള്ള ഇതിന് വേണ്ടി പോകുന്നവർക്ക് സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് എല്ലാം കളഞ്ഞ് കാട്ടിക്കയറണം എന്നല്ല, നിലവിലുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ട് കൂടുതൽ ആധ്യാത്മികമായിട്ട് കൂടുതൽ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകി ഈ പറയുന്ന സ്വത്ത് സമ്പാദനമോ പിന്നെ മക്കളെ മരുമക്കളെ ചെറുമക്കളെയൊക്കെ അവരെയൊക്കെ സന്തോഷിപ്പിക്കലോ അല്ല നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം. ഇതെല്ലാം വേണം, എല്ലാം വേണ്ടെന്നല്ല, പക്ഷെ ചേമ്പിലയിലെ വെള്ളം പോലെ തൊട്ടില്ലെന്നുള്ള മട്ടിൽ നമ്മൾ നിൽക്കണം. നമ്മൾ കൂടുതലായിട്ട് മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. പണ്ട് ആൾക്കാരെയൊക്കെ ദ്രോഹിച്ചും പറ്റിച്ചും വെട്ടിച്ചും ചതിച്ചും പലരും സർക്കാർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന പലരും കൈക്കൂലിയൊക്കെ വാങ്ങി മക്കൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പല സൗദങ്ങളൊക്കെ കെട്ടിപ്പടുക്കാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നുകിൽ മക്കളായിട്ട് നശിപ്പിക്കും, അല്ലെങ്കിൽ മരുമക്കളായിട്ട് നശിപ്പിക്കും, അല്ലെങ്കിൽ ചെറുമക്കളായിട്ട് നശിപ്പിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ പലരും മരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ചരിത്രമാണ്, അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് ഒരു പരിധി കൂടുതലൊന്നും മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി എന്നുള്ള നിലയിൽ നമ്മൾ ജീവിക്കുകയും വേണം. അതിന് ആധ്യാത്മികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, നന്നായിട്ട് ജപിക്കണം, നന്നായിട്ട് ഭഗവത് സേവനം ചെയ്യണം, നന്നായിട്ട് സത്സംഗം നടത്തണം. കിട്ടുന്ന പൈസയിൽ ഒരു പങ്ക് തീർത്ഥാടനത്തിനും ഭക്തന്മാരെ സേവിക്കാനും ഭഗവത് സേവനത്തിനും വേണ്ടി വിനിയോഗിക്കണം. അല്ലാതെ എല്ലാം ഡെപ്പോസിറ്റ് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കരുത്. എന്ന് പറഞ്ഞ് മക്കളെ നിങ്ങളൊന്നും സേവിക്കണ്ടെന്നോ മക്കളെ നല്ല രീതിയിൽ ആക്കണ്ടെന്നോ അല്ല. മക്കൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, വസ്ത്രം, ഭൗതിക സൗകര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ അത് ഒരു കുറ്റമാണ്. അവര് പറഞ്ഞിട്ടല്ല നമ്മൾ മക്കളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് അവരോടൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ അവരെ വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം, നല്ല വാഹനം അല്ലെങ്കിൽ നല്ല വീട്, ഇതെല്ലാം നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ എന്ന് കരുതി നമ്മുടെ ജീവിതത്തിന് അത് മാത്രമല്ല ലക്ഷ്യം. കാലക്ഷേപം കർത്തവ്യം ക്ഷീണമായോ ക്ഷണേ ക്ഷണേ യമസ്യ കരുണാനാസ്തി കർത്തവ്യം ഹരികീർത്തനം എന്നാണ് ശാസ്ത്രം പറയുന്നത്. എങ്ങനെയെങ്കിലും ഭൗതികമായിട്ട് സുഖിച്ച് ജീവിക്കുന്നതല്ല കർത്തവ്യം, ഒരു ആത്മാവിന്റെ കർത്തവ്യം. എന്താ? ക്ഷീണമായോ ക്ഷണേ ക്ഷണം. ഓരോ നിമിഷം തോറും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊട്ടിയ കലത്തിൽ നിന്നും ഉറ്റുറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെയാണ് നമ്മുടെ ഓരോ ആയുസ്. ഓരോ ദിവസവും നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്നത് നമ്മുടെ ആയുസ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ കാര്യമാണ്. പക്ഷെ നമ്മൾ വളരെ സന്തോഷകരമായിട്ടാണ് അതെന്താ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോ ശരിക്കും നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ക്ഷീണമായോ ക്ഷണേക്ഷണ യമസ്യ കരുണാനാസ്തി, യമദേവന് ഒരു കാരുണ്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ വരച്ചിരിക്കുന്ന ആ ആയുസ്സിന്റെ ദിവസം യമദേവനോ യമദേവന്റെ കിങ്കരന്മാരോ ആരെങ്കിലും വരും, നിങ്ങളെ ഈസി ആയിട്ട് കൊണ്ടുപോകും. കർത്തവ്യം ഹരികീർത്തനം. നമ്മുടെ യഥാർത്ഥ കർത്തവ്യം എന്ന് പറയുന്നത് ഹരിയെ സേവിക്കലാണ്. അതാണ് നമ്മുടെ ജീവലക്ഷ്യം. യഥാർത്ഥ ബ്രഹ്മജിജ്ഞാസ. നമ്മുടെ മനുഷ്യജന്മത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മജിജ്ഞാസ. ഞാൻ ആര്, ഭഗവാൻ ആര്, ഞാനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ത്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ടാണ് മരണശേഷം പോകേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ആ അറിവ് നേടലാണ് മനുഷ്യജന്മത്തിലൂടെ നേടേണ്ടത്. ബാക്കിയെല്ലാം മറ്റുള്ള ജീവജാലങ്ങളും ചെയ്യുന്നുണ്ട്. ആഹാരം, പായ, മൈഥുന, നിദ്ര. ആഹാരം കഴിക്കുന്നതും ഉറങ്ങുന്നതും പിന്നെ ഇണ ചേരുന്നതും തന്റെ ശത്രുവിനെ ആക്രമിക്കുന്നതും ഇത് നാലും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നുണ്ട്, മനുഷ്യനും ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യന്റെ ജീവിതം അതിനു വേണ്ടി മാത്രമുള്ളതല്ല. അത് മറിച്ച് പ്രത്യേക നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ഒരു വിവേകം തന്നിട്ടുണ്ട്. എന്തിനാണ് അത്?
അത് നമുക്ക് ആധ്യാത്മികപരമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അത് പ്രാക്ടീസ് ചെയ്ത് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ജനന മരണ ചക്രങ്ങളില്ലാത്ത ഭഗവത് ലോകത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കലാണ് മനുഷ്യജന്മത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണം, മഹാപ്രഭുവിലും ഹരിനാമത്തിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അല്ലാതെ കുംഭമേളയ്ക്കൊന്നും വലിയ ശ്രദ്ധ കൊടുക്കേണ്ട. കാരണം കുംഭമേളയിലൂടെ കിട്ടുന്നത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്നത് തെറ്റൊന്നുമല്ല. പോയവരാരെയും നമ്മൾ കളിയാക്കാനോ കൊച്ചാക്കാനോ ഒന്നും അല്ല ശ്രമിക്കുന്നത്. പോകുന്നത് നല്ലതാണ്. ഒന്നാമത് തീർത്ഥസ്നാനം, രണ്ടാമത് ഭഗവത് സേവ, സത്സംഗം, ജ്ഞാനാർജനം, അറിവുകൾ നേടല്, ഇതെല്ലാം നമുക്ക് ഭക്തർക്കും സഹായിക്കും. അത് സ്വർഗീയ ലോകം കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല. ഇനി സ്വർഗത്ത് പോയാൽ പോലും നിങ്ങൾക്ക് ഭക്തി പ്രാക്ടീസും ചെയ്യാം. പക്ഷെ അത് അപകടം പിടിച്ച എന്താ പറയുക, കയറിൽ കൂടിയുള്ള യാത്ര പോലെയാണ്. അത് എത്ര പേർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഭൗതിക സുഖത്തിന്റെ അങ്ങേയറ്റമാണ് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുംഭമേള ഭക്തർക്ക്, വൈഷ്ണവർക്ക് വലിയ ഒരു കാര്യമല്ല. പോകുന്നത് തെറ്റുമല്ല. പിന്നെന്താണ്, നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. ഭഗവാനെ പറ്റിയുള്ള പുരാണങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കണം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് അവരെ കൂടി കൃഷ്ണന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അത് നമ്മുടെ കടമയാണ്. കാരണം ഭാരതഭൂമിതേ ഹൈലേ മനുഷ്യ ജന്മയാര സർവ ഭാരതഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യന് അയാൾ സ്വയം ആദ്യം ഭക്തനാകണം. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കൂടി ഈ ഭക്തരാക്കണം എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അറിവ് നേടണം. ആ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ എല്ലാവരെയും മറ്റുള്ളവരെയും കൃഷ്ണന്റെ ഭക്തരാക്കണം. അതാണ് നമ്മുടെ നമുക്ക് തന്നിട്ടുള്ള ജോലി. അങ്ങനെയുള്ള ഒരു ഭക്തനെയാണ് എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും പ്രിയങ്കരൻ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ നമ്മളൊക്കെ ഈ മേഖലയിൽ വന്നത് ഭഗവാന്റെ പ്രിയങ്കരനാകാൻ വേണ്ടി കൂടിയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു സ്വാർത്ഥത നമുക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഭഗവാന്റെ പ്രിയങ്കരനാവുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാനെ ആഗ്രഹിക്കുന്നവർ, ഭഗവാന്റെ സ്നേഹം ആഗ്രഹിക്കുന്നവർ, ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നവർ, ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്കെല്ലാം ഈ പറയുന്ന ഭഗവാന്റെ കാര്യം മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള ആ ഒരു കാര്യം കൂടി ചെയ്യണം. അപ്പോഴാണ് ഭക്തി പൂർണ്ണമാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കെ വ്യക്തമായി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നമ്മൾ നാമം ജപിക്കലാണ് നമ്മുടെ കടമ. ഭഗവാനിലും മഹാപ്രഭുവിലും ഹരിനാമത്തിലുമാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കുംഭമേളയിൽ പോകുന്നത് തെറ്റൊന്നുമല്ല, പോകുന്നത് നല്ലത് തന്നെയാണ്. നമുക്ക് ആവർത്തിച്ച് പറയുന്നു, അത് ഒരിക്കലും അത് തെറ്റല്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ചിന്ത, നമ്മുടെ ബോധം, ഇവൻ സ്നാനം ചെയ്യുമ്പോൾ പോലും എനിക്ക് കൃഷ്ണ ഭക്തി തരണമേ, ഭഗവാനെ കൃഷ്ണ എനിക്ക് തിരിച്ച് അങ്ങയുടെ അടുത്തേക്ക് വരാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നാനം ചെയ്യാൻ ശ്രമിക്കുക പോകുന്നവര്. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പൂന്താനം ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, തിരുനാമ സങ്കീർത്തനം എന്നിയേ മറ്റില്ലേതും യത്നമെന്നറിഞ്ഞാലും അത് ചിന്തിച്ച് മറ്റുള്ള ലോകങ്ങൾ 13-ലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകളിൽ 6-ലുമുള്ളവരും മറ്റു ഖണ്ഡങ്ങളിൽ 8-ലുമുള്ളവരും മറ്റു 3 യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ല. ആകയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം കൈവണങ്ങിയിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇത് കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടാൻ തക്കമൊരു ഭാഗ്യമില്ലാതെ പോയല്ലോ എന്ന് ആരാണ്? ദേവന്മാർ വരെ പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മറ്റു ദ്വീപുകളിൽ 6-ലുമുള്ളവരും മറ്റു ഭൂഖണ്ഡങ്ങളിലുള്ളവരും മറ്റ് 3 യുഗങ്ങളിലുള്ളവരും പിന്നെന്താണ്, മുക്തി ലഭിക്കാൻ സാധ്യത കുറവാണ്. അപ്പം ഈ കലിയുഗത്തിൽ ഇവിടെ ഈ ഭാരതഖണ്ഡത്തിൽ വന്ന് ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ്? ഭാരതഭൂമിയിൽ ജനിക്കാനും ഭഗവാന്റെ ഈ ലീലകൾ ആടിയ ഈ സ്ഥലത്ത് ജനിച്ച് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവത് സേവനം ചെയ്ത് തിരിച്ചു പോകാൻ വേണ്ടിയുള്ളതാകണം നമ്മുടെ മനുഷ്യജന്മം. അതിന് എല്ലാവരും നന്നായിട്ട് ജപിക്കുക, നന്നായിട്ട് ഭഗവത് സേവനം ചെയ്യുക, നന്നായിട്ട് ഭാഗവതം അടക്കമുള്ള ഭഗവത്ഗീതയൊക്കെ നന്നായിട്ട് പഠിച്ച് മറ്റുള്ളവർക്ക് കൂടി ഭഗവാനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ ഭക്തി പൂർണ്ണമാകും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞില്ലായിരുന്ന ശിവന്റെ
ശിവന് 5 രൂപത്തിലുണ്ടെന്ന് അഞ്ച് മുഖം എന്ന് പറഞ്ഞു. അതേതൊക്കെയായിരുന്നു? അത് സെക്കൻഡ്. ഇന്നലെ ലാസ്റ്റ് പറഞ്ഞത്. അതെ അതെ, ഇന്നലെ പറഞ്ഞായിരുന്നു. സദ് ഉജ്ജതം, ഈശാസ്യം, വാമദേവം, അഘോരം, തത്പുരുഷ. ഇങ്ങനെ 5 മുഖങ്ങളായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതിൽ അഘോര രൂപത്തിനാണ് ഈ പറയുന്ന അഘോരികൾ സ്വീകരിക്കുന്നത്. അവര് ആ ഭാവത്തെ, മഹാദേവന്റെ ആ ഭാവത്തെ അനുകരിക്കാൻ കൂടി ശ്രമിക്കുന്നുണ്ട്. അവര് ശിവനെ പോലെ പിന്നെ ജടയില് എന്താ പറയാ ചന്ദ്രക്കല, പിന്നെ നെറ്റിയില് കണ്ണ്, തൃക്കണ്ണ്, പിന്നെ കഴുത്തില് പാമ്പ്, പിന്നെ എന്താണ് പുലിത്തോല്, ഇങ്ങനെയൊക്കെ ധരിച്ച് ജടയും പിന്നെ ഭസ്മമൊക്കെ ധരിച്ച് അങ്ങനെ ശിവനെ ആ ശിവന്റെ ഭാവത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അഘോരികൾ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി, അവിടെ നമ്മൾ ഈ കുംഭമേളയ്ക്ക് പോകുമ്പോ നമുക്ക് ജ്ഞാനം കിട്ടാനുള്ള വഴികളൊക്കെ അവിടെ ഉണ്ടെന്നും സത്സംഗം അവിടെ കൂടാൻ പറ്റുമെന്നൊക്കെ അല്ലേ പറയണേ? അപ്പൊ അതിലൂടെ ആ കിട്ടുന്ന സത്സംഗത്തിലൂടെ അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഗുരുവിലൂടെ നമുക്ക് കൃഷ്ണപ്രേമം കിട്ടാനുള്ള അനുഗ്രഹവും ഭഗവാന്റെ അടുക്കൽ എത്താനുള്ള മാർഗം തെളിയിച്ചു തരണേ എന്നൊക്കെ ചോദിച്ച് നമുക്ക് അങ്ങനെ ഒരു വരം ചോദിച്ച് വാങ്ങിക്കാനൊക്കെ പറ്റുമോ ഈ കുംഭമേളയ്ക്ക് പോയാല്? ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. നമ്മുടെ കുംഭമേളയിൽ പോകുന്നവര് തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് ഭഗവാനെ എനിക്ക് ഭഗവാന്റെ ധാമത്തേക്ക് വരാനും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാനും എപ്പോഴും ഭഗവാനോടൊപ്പം കഴിയാനും ഒക്കെ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കും. കുംഭമേളയ്ക്ക് പോയ ആ ഒരു ഭാഗ്യം കിട്ടുമല്ലോ പ്രഭു. ഉറപ്പായിട്ട് കിട്ടും. ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ, കുംഭമേളയിൽ പോകുന്നത് തെറ്റല്ല, കുംഭമേളയിൽ പോകാം. പക്ഷെ ഭക്തർക്ക് അതിന്റെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. കാരണം പോയാൽ നല്ലത്, പോയില്ലെന്ന് പറഞ്ഞ് ദോഷമൊന്നുമില്ല. അതാണ് നമുക്ക് പ്രധാനം. മഹാപ്രഭുവും മഹാമന്ത്രവുമാണ്. ഇപ്പൊ ഈ 144 വർഷങ്ങൾ കൊണ്ടുള്ള ഈ മഹാകുംഭമേളയുടെ ഈ പ്രാധാന്യം ഈ വരുന്ന അർദ്ധ കുംഭമേളയ്ക്കും പൂർണ്ണ കുംഭമേളയ്ക്കും കിട്ടൂലേ? ഇല്ല. ഇതിന് കുറച്ച് കൂടുതൽ പവർ ആയിട്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കുംഭമേളയിൽ പ്രധാനപ്പെട്ട കുംഭമേളയാണ് ഈ 144 വർഷത്തിൽ ഒരിക്കൽ വരുന്ന മഹാപൂർണ്ണ കുംഭമേള. മറ്റത് 6 വർഷത്തിലൊരിക്കൽ വരുന്ന അർദ്ധവാർഷിക കുംഭമേള, പിന്നെ സാധാരണ 12 വർഷത്തിലൊരിക്കൽ വരുന്ന കുംഭമേള. ഇങ്ങനെ കുംഭമേളയെ തിരിച്ചിട്ടുണ്ട്. ഈ കുംഭമേള വളരെ കുറച്ചുകൂടി പ്രാധാന്യമുണ്ട്. പക്ഷെ വൈഷ്ണവർക്ക് ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. കുംഭമേളയിൽ പോകുന്നത് തെറ്റൊന്നുമല്ല, നല്ലതാണ്. പക്ഷെ പോയില്ലെന്ന് പറഞ്ഞ് നമുക്ക് എവിടെ ഭഗവാൻ മഹാദേവൻ പറഞ്ഞതുപോലെ അവര് സ്വർഗത്തായാലും അവർക്ക് നരകത്തിലായാലും അവര് ഇനി വൈകുണ്ഠത്തിലായാലും അവർക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? ഭഗവാനെ സംതൃപ്തരാക്കുക, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുക, ഭഗവാന്റെ ലീലകൾ പാടി നൃത്തം ചെയ്യുക, ഭഗവാന്റെ കീർത്തനം ചെയ്യുക. ഇങ്ങനെ ഭഗവാനെ വിട്ടൊരു കാര്യം അവർക്കില്ല. അത് കുംഭമേളയായാലും സ്വർഗത്ത് പോയാലും നരകത്തിൽ പോയാലും ഇനി വൈകുണ്ഠ ലോകത്തിൽ പോയാലും ഗോലോക വൃന്ദാവനത്തിൽ പോയാലും ഭഗവാനെ തൃപ്തിപ്പെടുത്തുക, ഭഗവാനെ സന്തോഷിപ്പിക്കുക, അതാണ് ജീവിത ലക്ഷ്യം. അതിനപ്പുറം ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രാധാന്യം. പോകുന്നത് നല്ലതാണ്. നമുക്ക് സന്യാസിമാരെയൊക്കെ സേവിക്കാൻ പറ്റും, അവർക്ക് ദക്ഷിണ ഒക്കെ കൊടുക്കാൻ പറ്റും, അവർക്ക് വസ്ത്രം കൊടുക്കാൻ പറ്റും, അവരുടെ അനുഗ്രഹങ്ങളൊക്കെ നേടാൻ പറ്റും. തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നത് വഴി തീർത്ഥത്തിന്റെ ആ ഇത് കിട്ടും. പിന്നെ അടുത്തുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ പോയി ഭഗവാന്റെ ലീലകളൊക്കെ നടന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് മനസ്സിന് സന്തോഷം നേടാൻ പറ്റും. ഭക്തി കൂടുതൽ ഉയരാൻ പറ്റും ഭക്തിയിൽ. അപ്പൊ അങ്ങനെ ധാരാളം നേട്ടങ്ങളുണ്ട് അവിടെ തീർത്ഥത്തിൽ
കുംഭമേള മേളകളിൽ പോയാൽ. അതുകൊണ്ട് ഒരിക്കലും അതൊരു നഷ്ടമേ അല്ല, ലാഭം തന്നെയാണ്. പക്ഷെ അത് നിർബന്ധമല്ല. അത്രേ ഉള്ളൂ. പോകുന്നത് കൊണ്ട് പ്രഭുപാദ് പോയിട്ടുണ്ടല്ലോ, 1977 കുംഭമേളയിൽ പ്രഭുപാദ് പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന മറ്റുള്ളവർ പോയ ആ ചിന്തയിലെ മൂഡിലോ ഒന്നും അല്ല. അദ്ദേഹത്തിന് അറിയാം എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിടത്തും കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ട്, അദ്ദേഹം അറിയാലോ, അദ്ദേഹം എല്ലാ വിഷയങ്ങളെ കുറിച്ചും പരിപൂർണ്ണ ജ്ഞാനമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ കാലത്തെ ഭക്തി വേദാന്ത എന്ന് പറയുന്ന സ്ഥാനം ലഭിച്ച ആളാണ്. ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതാനും അതിൽ തന്നെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ നിന്ന് കോട്ട് ചെയ്ത് ശ്ലോകങ്ങളെല്ലാം കാണാതെ മനസ്സിലാക്കി അത് തന്റെ വിവർത്തനത്തിലും ഭാവാർത്ഥനത്തിലും ഒക്കെ എഴുതി ചേർക്കാൻ പറ്റണമെങ്കിൽ അത്രത്തോളം അറിവുള്ള ഒരാൾക്കേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള അത്രയും അറിവുള്ള പണ്ഡിതനായ പ്രഭുപാദ് ഒരിടത്തും ഈ പറയുന്ന ഈ കുംഭമേളയ്ക്ക് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അത്ര വലിയ നിർബന്ധ ബുദ്ധി അദ്ദേഹം കാണിച്ചിട്ടില്ല. പോകണമെങ്കിൽ പോകാം, അത് അവരവരെ ഇഷ്ടമാണ്. പോയാൽ ഈ പറയുന്ന ബോധത്തിൽ നിൽക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടി നിങ്ങൾ സ്വർഗത്ത് പോകും. അറിയാമല്ലോ, സ്വർഗത്ത് പോയാൽ സ്വർഗീയ സുഖങ്ങളിൽ അനുഭവിച്ചേ പറ്റൂ. ഒരു സുപ്രഭാതത്തിൽ പുണ്യം തീരും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നേരെ ഇഞ്ഞ് പോരും. ഇവിടെ വന്ന് വീണ്ടും ഒന്നേന്ന് ABCDEFGHIJKLM എന്ന് പറഞ്ഞിട്ട് ഒന്നേന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകണം. പിന്നെ ഈ പറയുന്ന ദുഃഖങ്ങള്, ദുരിതങ്ങള്, പ്രശ്നങ്ങള് ഇങ്ങനെ അങ്ങനെ ഓരോന്നിൽ പെട്ട് അവസാനം ചിലപ്പോൾ ഭഗവാനെ തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ ആ ജന്മം വേസ്റ്റായി കളയും. പിന്നെ മനുഷ്യ ജന്മം കിട്ടാൻ കുറെ കാലം എടുക്കും. അപ്പം പിന്നെ നമ്മള് ഭയങ്കര റിസ്ക്കാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, താല്പര്യമില്ലാത്തവർക്ക് നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കണം. സ്വർഗത്ത് പോയാലും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും, ഇല്ലെന്നല്ല. സ്വർഗീയ ഭൂമിയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് സ്വർഗലോകം. അപ്പൊ അവിടെ നമുക്ക്, പക്ഷെ അവിടെ ഇതാണ്, സുഖസൗകര്യങ്ങൾ വരുന്തോറും നമുക്ക് ഭഗവാനെ മറക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും കർമ്മഭൂമി എന്ന് പറഞ്ഞ ഈ പറയുന്ന ഭാരതഭൂമിയിൽ ജനിച്ച് ഭാരതഭൂമിയിൽ ഇരുന്നാൽ വളരെ ലളിതമായിട്ടും വളരെ നിസ്സാരമായിട്ടും നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. മറിച്ച് സ്വർഗത്ത് പോയാൽ അത്ര എളുപ്പത്തിൽ സ്വർഗത്ത് പോകാൻ പറ്റില്ല, വൈകുണ്ഠത്ത് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഭൗതികതയുടെ അൾട്ടിമേറ്റ് അവസാനമാണ്. അവിടെ അതിനപ്പുറം ഒരു ഭൗതിക സുഖം ഇല്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനന് കൊടുത്തതുപോലെ എല്ലാ ജീവാത്മാക്കൾക്കും ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം വിനിയോഗിച്ചു കൊള്ളുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.